അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജുവും രുക്കും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാലും ആ JKക്ക് എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുമ്പോൾ രുക്ക് പറയുന്നുണ്ട്, അയാൾ എഴുത്തുകാരനല്ലേ, അതുകൊണ്ടാണ് അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. എന്തായാലും ശരി, ഇപ്പോൾ ഇവർ പറയുന്നതെല്ലാം ശരിയാണ് ഇല്ലേ, ചേച്ചിയും അയാളും തമ്മിൽ രഹസ്യ ബന്ധമുണ്ട് ഇല്ലേ ചോദിക്കും. പിന്നെന്താ, രഹസ്യ ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെയാണല്ലോ ആർക്കും പറഞ്ഞാൽ വിശ്വാസമാണില്ലല്ലോ, തെളിവ് സഹിതം കിട്ടണം നമുക്ക്, എങ്കിൽ മാത്രമേ അച്ചു വിശ്വസിക്കുകയുള്ളൂ. ചേച്ചിനെ എല്ലാവരും തലയിൽ കയറ്റി വെച്ചിരിക്കുകയല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് അർച്ചനയെയും JKയും കൂടിയിട്ട് രഹസ്യ ബന്ധം കയ്യോടെ പിടി കൂടിയിട്ട് ഇവരുടെ മുമ്പിൽ എത്തിക്കണമെന്നാണ് രുക്കുവിൻ്റെയും മഞ്ജുവിൻ്റെയും പ്ലാന്. അതേസമയം ജയിലിൽ ചന്ദ്ര വേറെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള വേറൊരു സ്ത്രീ ഡ്രസ്സൊക്കെ മാറിയിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ചന്ദ്ര എങ്ങനെ വിചാരിക്കും ഇവർക്ക് എവിടുന്ന് ഈ ഡ്രസ്സ് കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കുകയാണ് കേട്ടോ. അതേസമയം ആ ഡ്രസ്സ് ചന്ദ്രയുടെ ഡ്രസ്സായിരിക്കും കേട്ടോ. ചന്ദ്രയ്ക്ക് കൊണ്ടുവന്ന സാരിയും ഡ്രസ്സുകളൊക്കെ ആയിരിക്കും, മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. അത് കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ആകെ കലി കയറുകയാണ് കേട്ടോ. ചന്ദ്ര, നിന്നോട് ആരാടി ഈ ഡ്രസ്സ് എടുത്ത് ഇടാൻ പറഞ്ഞത്? എൻ്റെ സാധനങ്ങളാണല്ലോ, എൻ്റെ മേക്കപ്പ് സാധനങ്ങളാണല്ലോ, എൻ്റെ സാധനങ്ങൾ വേറൊരാൾ ഉപയോഗിക്കുന്നതേ എനിക്ക് തീരെ ഇഷ്ടമല്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ആ സ്ത്രീ പറയേണ്ടത്, എൻ്റെ ചുരിദാർ അവിടെയുണ്ട്, അത് വേണമെങ്കിൽ എടുത്തിട്ടോ എന്നിങ്ങനെ പറയണം. അത് കേൾക്കേണ്ട താമസം ചന്ദ്രയ്ക്ക് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. ചന്ദ്ര അവസാനം ആ പെണ്ണിനെ പിടിച്ചിട്ട്, ആ സ്ത്രീയെ പിടിച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ. ഉന്തും തള്ളും ബഹളം ആവുകയാണ് കേട്ടോ. എൻ്റെ സാരിയും എൻ്റെ ഡ്രസ്സുകളും എൻ്റെ മേക്കപ്പ് സാധനങ്ങളും എനിക്ക് നീ തരണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതേ സമയത്ത് പോലീസുകാർ അങ്ങോട്ട് വരികയാണ്. എന്താ അവിടെ പ്രശ്നം ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ എൻ്റെ സാരി മേക്കപ്പ് സാധനങ്ങൾ ഈ സ്ത്രീ എടുത്ത് പിടിച്ചു, എടുത്ത് ഉപയോഗിച്ചു, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. എനിക്ക് എന്തായാലും എൻ്റെ സാധനങ്ങൾ വേണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേ സമയത്ത് അച്ചു പറയും, അവരെ പിടിച്ച് മാറ്റിയെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം ആ സ്ത്രീയെ പിടിച്ച് മാറ്റിയാണ്. എന്നിട്ട് അച്ചുവിനോട് ഇങ്ങനെ പറയും, എനിക്ക് എൻ്റെ മേക്കപ്പ് സാധനങ്ങളും എല്ലാ സാധനങ്ങളും നിങ്ങൾ വേണം എന്നിങ്ങനെ പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഇതേ ബ്യൂട്ടി പാർലറൊന്നും അല്ല, ഇത് ജയിലാണ് എന്നിങ്ങനെ പറഞ്ഞു. ഓ, ഈ ജയിലിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഇതൊരു കുടിസ് റൂമാണ്, ഇതിൽ ഭയങ്കര സ്മെല്ലാണ്, ആരെങ്കിലും നിങ്ങളെ വന്ന് വൃത്തിയാക്കി കൂടെ എന്നെല്ലാം പറയുകയാണ് കേട്ടോ അച്ചു. എന്നിട്ട് നെയ്സിൽ ചോദിക്കുകയാണ്, അച്ചു എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കുക, നമ്മൾ സ്വന്തക്കാരല്ലേ, റിലേഷൻഷിപ്പെങ്കിലും നീ കണക്കാക്കണ്ടേ എന്നെല്ലാം പറയാം. അതിനെന്താ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പുറത്താക്കാം, കൊണ്ടുപോകാം എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്കൊരു സന്തോഷമാണല്ലോ, അച്ചു പുറത്ത് കൊണ്ടുപോകുമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അച്ചു കുറച്ച് കഴിഞ്ഞതും വരികയാണ്, തെളിവെടുപ്പിന് പോകാനാണ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കാണ്, ഞാൻ വരില്ല എന്ന് പറയും. അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ, നിങ്ങൾ വരണം, നിർബന്ധമായിട്ടും വരണം, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പറയുന്നത്. എവിടേക്കാണ് എന്ന് ചോദിക്കുമ്പോൾ അമ്പാട്ടിലേക്കാണ് പോകുന്നത്. എന്തായാലും ഞാൻ വരില്ല എന്ന് പറയും. അമ്പാട്ടിൽ ആ മുക്കുപണ്ട എങ്ങനെ എത്തി എന്നുള്ളത് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. നിങ്ങൾ പല കാരണങ്ങളിലും അവിടം വരെ പല പ്രാവശ്യം പോയിട്ടുണ്ടല്ലോ, അപ്പോഴൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് തവണ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് പ്രശ്നം, പിന്നെന്താണ്, ഇറങ്ങുക എന്നിങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ ഇറക്കുകയാണ് കേട്ടോ. അത് ചന്ദ്രയെ തെളിവെടുപ്പിന് അമ്പാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അർച്ചന പെട്ടെന്ന് തന്നെ വരികയാണ് കേട്ടോ. അതേസമയം മൂന്നിനും വരികയാണ് കേട്ടോ, എല്ലാവരും വരികയാണ്. ഇതെന്താ ഇവരെ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മൂന്നും ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, തെളിവെടുപ്പിനായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്, എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ചന്ദ്രയെ കണ്ടപ്പോൾ രുക്കും മഞ്ജു ആകെ പതറിപ്പോവുകയാണ് കേട്ടോ. രുക്കു എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇനിയിപ്പോൾ എൻ്റെ പേര് എങ്ങാനും പറയുമോ എന്ന് പറഞ്ഞിട്ട് രുക്കു ചന്ദ്രയുടെ മുഖത്തേക്ക് പോലും നോക്കണില്ല കേട്ടോ. അതേസമയം മഞ്ജു വേഗം രമ്യയുടെ പറവിലായിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം പ്രതി ഇറക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് അർച്ചനയെ കണ്ടതും അങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. അച്ചു വന്നിട്ട് പറയും, നിങ്ങൾ വരൂ, എങ്ങനെയാണ് നിങ്ങളിവിടെ മുക്കുപണ്ടം കൊണ്ടുവന്നത്, ഏത് രീതിയിലാണ് എന്നെല്ലാം ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം ഞാൻ കാറിലാണ് കൊണ്ടുവന്നത് എന്നിങ്ങനെ പറയുകയാണ്. കാറിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, എവിടെ വെച്ചു എന്തെല്ലാം പറയണം. ഞാൻ കാറിൽ കൊണ്ടുവന്നിട്ട് ഞാനിവിടെ വെച്ചിരിക്കുന്നത്, ബാഗാണ് വെച്ചത്, ബാക്കിയെല്ലാം അപ്പോഴേക്കും രുക്കു ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്നെ പറയരുതേ എന്നുള്ള അപേക്ഷാഭാവത്തിൽ കേട്ടോ. അതേസമയം ഇതിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അച്ചു ചോദിക്കും. ഇല്ല, ആർക്കും പങ്കില്ല, ഞാൻ തനിയാണ് കൊണ്ടുവന്നത് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ഈ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ ബാഗ് ആരാ എടുത്തത് ചോദിക്കുമ്പോൾ രുക്കുവിന് അറിയില്ല, എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടേ ഇല്ല സാധനം എന്ന് രുക്കും തടിയൊഴിയാണ് കേട്ടോ. അതേസമയം മഞ്ജുവിന് അറിയുമല്ലോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മഞ്ജു പറയും, എനിക്കറിഞ്ഞുകൂടാ, ഞാൻ ആ ബാഗ് എടുത്തുകൊണ്ട് രുക്കുവിൻ്റെ കയ്യിൽ കൊടുത്തു എന്ന് പറയും. അപ്പോൾ ചന്ദ്ര മനസ്സിൽ വിചാരിക്കണം, ഓ ഇവർ രണ്ടുപേരും തടിയൂരി എൻ്റെ കാര്യം കഷ്ടത്തിലായി എന്നിങ്ങനെ വിചാരിക്കണം കേട്ടോ. മഞ്ജുവും രുക്കുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ചന്ദ്ര എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോയല്ലോ കാര്യങ്ങൾ. അതേസമയം ചന്ദ്രയ്ക്ക് ഒരു തലകറക്കം പോലെ വരികയാണ് കേട്ടോ. തലകറക്കം പോലെ വന്നിട്ട് വെള്ളം വേണോ ചോദിക്കും. പെട്ടെന്ന് ചന്ദ്ര അവിടെ ഇരിക്കുകയാണ് കേട്ടോ. വെള്ളം വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണം പറയും. രമ്യയുടെ അടുത്ത് അർച്ചന വെള്ളം എടുത്ത് കൊണ്ടുവരാൻ പറയുകയാണ് കേട്ടോ. അതിനുശേഷം വെള്ളം കുടിക്കുകയാണ്. അത് കാണുമ്പോൾ അർച്ചന
അച്ചു പറയുന്നുണ്ട് ഇതെല്ലാ തെളിവെടുപ്പിനും കൊണ്ടുവരുമ്പോൾ പ്രതികൾ ചെയ്യാറുള്ളതാണ് എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം ചന്ദ്രയോട് ഇങ്ങനെ പറയുന്നുണ്ട് അർച്ചന, നീ എന്നെ തോൽപ്പിക്കാമെന്ന് നീയും നിൻ്റെ അനിയനും കൂടി കരുതണ്ട. ഞാൻ എന്തായാലും 4 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങുമല്ലോ, അപ്പം നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. ഒട്ടും അഹങ്കാരം കുറയാതെയാണ് അർച്ചനയോട് വർത്തമാനം പറയുന്നത് ചന്ദ്ര കേട്ടോ. അതിനുശേഷം അച്ചു പറയണേ, നീ എന്തായാലും ശരി, ഇവരെ ജീപ്പിനകത്ത് കയറ്റി കൊണ്ടുപോകാമെന്ന് പറയണേ കേട്ടോ. ആരെയും പ്രതിയെ ഒന്നും പറയരുത് എന്ന് ആദ്യം തന്നെ അച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പോകുന്ന വഴിക്ക് തന്നെ ചന്ദ്ര ഇങ്ങനെ പറയണം കേട്ടോ അർച്ചനയോട്, നിന്നെ ഞാൻ കാണിച്ചു തരാടി, ഇതോടുകൂടി കഴിഞ്ഞില്ല, നിനക്ക് പകരം പലിശയ്ക്ക് ഞാൻ തരാം, നിന്നെ കോടതിയിൽ നീ വായോ, നിന്നെ എൻ്റെ വിജയേട്ടൻ ശരിയാക്കുമെന്നിങ്ങനെ പറയാണ്. അതേസമയം അർച്ചന പറയുന്നുണ്ട്, ഇതേ അനുഭവം നീ ഒന്ന് അനുഭവിച്ച് നോക്ക്, നീ ഞങ്ങൾക്ക് വേണ്ടി വെച്ചതല്ലേ, എൻ്റെ അനിയന് വേണ്ടി വെച്ചതല്ലേ, ഇപ്പം നിനക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് അനുഭവിക്ക്, കോർട്ടിൽ വരട്ടെ, അവിടെ വന്നിട്ട് കാണാമെന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം രുക്കുവും മഞ്ജു ആണെങ്കിൽ മുഖത്ത് പോലും നോക്കണില്ല കേട്ടോ, അങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ അച്ചുവിനെ അറിഞ്ഞിട്ടുണ്ട്, ഇവർക്ക് 2 പേർക്കുള്ള പങ്ക് എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അർച്ചനയെ വിളിച്ചിട്ട് ചന്ദ്രയും കൊണ്ട് അച്ചു പോവുകയാണ് കേട്ടോ. പിന്നീട് രമ്യ മഞ്ജുവും എല്ലാവരും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. മഞ്ജുവിൻ്റെ ഭാഗം അങ്ങനെ ക്ലിയറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത് എന്നുള്ള തരത്തിൽ, എന്നാലും ചേച്ചി തെളിവെടുപ്പിന് കൊണ്ടുവന്നല്ലോ, ചേച്ചി ഇങ്ങനെ ചെയ്തല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. രമ്യ പറയണേ, അതെന്തായാലും നന്നായി തെളിവെടുപ്പിന് കൊണ്ടുവന്നത്, അപ്പോഴാണല്ലോ കാര്യങ്ങളെല്ലാം മനസ്സിലായത് എന്ന്. മഞ്ജുവും രുക്കും കൂടിയിട്ട് അവരുടെ ഭാഗം വ്യക്തമായിട്ട് ക്ലിയറാക്കി ഇരിക്കുകയാണ്.